ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇന്നങ്ങനെ രാവിലെ നടന്ന വിഷയം എല്ലാവർക്കും അറിയാം. അതായത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു. എന്തിനു വേണ്ടി? വിവാഹത്തിന് വേണ്ടി പ്രപ്പോസ് ചെയ്തു. പക്ഷേ അനുമോള് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ക്യാമറയ്ക്ക് മുമ്പിൽ ജനലക്ഷങ്ങൾക്ക് മുമ്പിലായിരിക്കണം ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് തന്നെ പറയേണ്ട രീതിയിൽ അത് പറയണം. അതുപോലെ തന്നെയാണ് അനുമോൾ അത് പറയുകയും ചെയ്തത്. അതുവരെ അനുമോളുടെ ഭാഗത്ത് എല്ലാം ഓക്കെയാണ്. പക്ഷെ അതിനുശേഷം പിന്നീട് പോയി ആദിലയോട് പറയുക, അതിനുശേഷം നൂറയോട് പറയുക, അതിനുശേഷം ഷാനവാസിനോട് പറയുക, ഇങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ചു നിർത്തി പറയുന്നതും അതോടൊപ്പം തന്നെ പറയുന്ന രീതിയും കളിതമാശയും ചിരിക്കലും ഒക്കെ അതൊരു തരത്തിൽ ആ മനുഷ്യരോട് ചെയ്യുന്ന ഒരു ബഹുമാനമില്ലായ്മയായിട്ട് എനിക്ക് തോന്നി. അതൊരു പക്ഷെ അനുവിന്റെ മെച്യൂരിറ്റി ഇല്ലായ്മയും പക്വതയില്ലായ്മയായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അനീഷിന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അനീഷിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണെന്നറിയോ? നോ പറയുമ്പോൾ ഒരാൾക്ക് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. യെസ് പറയാനും നോ പറയാനും സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ലൈഫിന്റെ മാറ്ററാണ്. സോ അതൊരു ബിഗ് നോ ബിഗ് യെസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ അത് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിനെ ആ സ്പിരിറ്റോട് കൂടി പുള്ളിയും എടുക്കണമായിരുന്നു. പക്ഷെ അത് പുള്ളിക്കാരൻ എടുക്കുന്നില്ല. പുള്ളി ഒരുമാതിരി വൈരാഗ്യമായിട്ട് ദേഷ്യമായി വെച്ചിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു നോ കേൾക്കുമ്പം ചിലപ്പം ആ ഒരു ഫസ്റ്റ് മൊമെന്റിൽ അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ ചിലപ്പോൾ നമുക്കൊന്ന് ഉൾക്കൊള്ളാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ എടുത്തിട്ടുണ്ടാവുക. പക്ഷെ അതിനുശേഷവും പിന്നീടും ആ ഒരു വൈരാഗ്യം കാണിക്കുന്നതായിട്ട് തോന്നി. വൈകിട്ടായപ്പോൾ കുറച്ചുകൂടി പുള്ളി കംഫർട്ടബിൾ ആയിട്ടുണ്ട്. പക്ഷെ ആ കാണിച്ചത് റോങ് ആയിട്ട് തോന്നി. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. അതായത് അനുമോൾ ഇവരെടുത്ത് പോയിരുന്നു. പുള്ളിയുടെ പ്രായം ഇനിയിപ്പോൾ 2 വർഷം കഴിയുമ്പോൾ 40-42 വയസ്സാവുമല്ലോ. ഞാൻ 2 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാൻ പോണത്. അതിനിവിടെ പ്രസക്തി ഇല്ലല്ലോ. ഓൾറെഡി നോ പറയുന്നത് താല്പര്യമില്ലാത്തൊരു മാറ്ററാണ്. പിന്നെ എന്തിനാണ് അങ്ങനെ എടുത്ത് പറയുന്നത്? അല്ലെങ്കിൽ ആ മനുഷ്യന്റെ പ്രായം എടുത്തിട്ടിട്ട് അങ്ങനെ സംസാരിക്കാൻ നോക്കുന്നത്? അപ്പം തന്നെ ആദ്യം പറയുന്ന പ്രായമൊന്നും കാര്യമില്ല. അപ്പോൾ ഉടനെ അനുമോൾ ഡിവീറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അതായത് പ്രായത്തെ പറഞ്ഞ എല്ലാവരും ശരിയാണ്, പ്രായത്തിന് കുഴപ്പമില്ല. പക്ഷെ അതൊന്നും ഇവിടെ പറയേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനുശേഷം തന്നെ വെളിയിൽ ഇത് എങ്ങനെ അഫക്ട് ചെയ്യുമെന്നാണ് അനുമോളുടെ കൺസേൺ. അതായത് ഷാനവാസിനോട് പോയി ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇത് ആൾക്കാർ ഞാൻ നോ പറയുമ്പോഴത്തേക്ക് അനീഷിന്റെ ഫാൻസ് എങ്ങനെയായിരിക്കും ഇത് എടുത്തിട്ടുണ്ടാവുക? അവര് എന്നെ അഹങ്കാരിയായിട്ട് കണ്ടിട്ടുണ്ടാവുമോ? അതൊക്കെയാണ് അനുമോളുടെ ഒരു കൺസേൺസ്. അതൊക്കെ വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു തോട്ട്സ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇനി ആകെ 8 ദിവസമേ ഉള്ളൂ. കാരണം ആൾക്കാർ മൊത്തം ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഈ 92 ദിവസം, ഈ 100 ദിവസത്തെ പെർഫോമൻസ് ആയിരിക്കും. അതിലൊരു ആഴ്ച കൊണ്ട് വലിയ മിറാക്കിൾസ് ഒന്നും സംഭവിക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. കൂടാതെ തന്നെ അനീഷ് കൃത്യമായിട്ട് അനുമോളോട് പറയുന്നുണ്ടായിരുന്നു, ഈ വിഷയം ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വിഷയത്തെ പറ്റി ഇനി എനിക്ക് ഒന്നും ഒരു തരത്തിലും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇതിനെ എന്തുവാണ് കുഴി തോണ്ടി എടുത്ത് വീണ്ടും എടുത്തിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം എനിക്കില്ല. ഈ ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ് എന്നാണ്. ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ് എന്ന് കൃത്യമായിട്ട് അനീഷ് അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനെ വളരെ റെസ്പെക്റ്റോടു കൂടി നമ്മൾ കാണണം. അതിന് നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കണം. അതിനെ ഉൾക്കൊണ്ട് ആ മാറ്ററിനെ അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് മൂവ് ഓൺ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ മുമ്പിൽ ചെന്ന് വീണ്ടും വീണ്ടും ഇതെടുത്തിട്ട് അയാളെ ഒരു പരിഹാസ കഥാപാത്രമാക്കി മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അനുമോള് ചെയ്യുന്ന പക്വതയില്ലായ്മയായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഇന്ന് മെയിൻലി നടന്ന ടോപ്പിക്സ്. പിന്നെ അതുകൂടാതെ അനീഷിനെ കാരണം എന്തായാലും അനുമോൾക്ക് പട്ടായ ഗ്രൂപ്പ്സിൽ വീണ്ടും അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ അക്ബറുമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചു. കാരണം ഓൾറെഡി 92 ദിവസമായതാണ്. ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങളോ പരിഭവങ്ങളോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. കൂടാതെ തന്നെ നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ ജയിലും ബിഗ് ബോസ് അടച്ചു. ഇനി ആകെ 7 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ 8 ദിവസമേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസ് ഷോ സീസൺ 7 വിന്നർ ആരാണെന്ന് അറിയാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാച്ചപ്പ് ആവുന്നു. അത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. എന്തായാലും നാളെ വീക്കെൻഡ് എപ്പിസോഡാണ്. നാളെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഇനി ആരായിരിക്കും മറ്റന്നാൾ ഔട്ടാകാൻ പോകുന്നതൊക്കെ എല്ലാം നമുക്ക് ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണാം. എനിവേസ്, എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.